കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് 62 വയസ്സുള്ള അബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, എപ്പോഴായിരുന്നു ഈ ആക്രമണം? ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ വിഫലമാവുകയാണോ? എന്താണ് അവിടെ ഈ പ്രദേശത്ത് മുമ്പും ഈ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യമുള്ള ഒരിടമാണോ? ഗോകുൽ, അതിദാരുണമായ സംഭവം. വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു മരണം കൂടി എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ മരണം സംബന്ധിച്ച മരണവിവരം സ്ഥിരീകരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പാലാട്ടിൽ എബ്രഹാമിന് കാട്ടുപോത്തിന്റെ കുത്തേൽക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ അതായത് ബാലുശ്ശേരിയിലെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടുതലായി പോവുകയാണെങ്കിൽ, എന്തായിട്ടാ ഇതുമായി സ്ഥലത്തിലായിരുന്നു കുടുംബാംഗങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് 3 മണിക്ക് അദ്ദേഹത്തെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു. ആ സമയത്ത് കാട്ടുപോത്തി പുറമൊന്ന് ആക്രമിച്ചു. അപ്പം ഞങ്ങൾ വിവരമിനിസ്റ്റർ തൊട്ടടുത്ത് നിലവിളി കേട്ടപ്പോൾ ചെല്ലുമ്പം ഇങ്ങനെ പുള്ളി ചോര പൊന്നി കിടക്കാണ്, കൈക്കുള്ളിലൂടെ കൊമ്പ് കയറിയിട്ടുണ്ട്. അന്ന് തന്നെ മരിച്ചിട്ടുണ്ട് ആള്. ബാലുശ്ശേരി ആശുപത്രിയിൽ നിന്നാണ് മരണം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജ്. അപ്പം ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഒന്നെങ്കിൽ വന്യമൃഗങ്ങളെ, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുക, അല്ലെങ്കിൽ ഞങ്ങളെ വെടിവെച്ചു കൊല്ലുക. അതാണ് എളുപ്പം. ഞങ്ങൾ വെടിവെച്ചു കൊല്ലുക. ഇന്നലെ ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നില്ലേ? അപ്പോൾ വെടിവെച്ച് കൊല്ലണമെന്നുണ്ട്. കൂരാച്ചൻ അങ്ങാടിയുണ്ട്. വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം പഞ്ചായത്ത് ഉൾപ്പെടെ വനവകുപ്പിനുണ്ട്. പോളിക്കാരുണ്ട്. അദ്ദേഹം പ്രതികരിക്കായിരിക്കും. വെടിച്ചു കൊല്ലണ്ടേ? നമ്മള് കുറ്റം ചെയ്യുന്ന മനുഷ്യന്മാർ വെടിച്ചു കൊല്ലാറില്ലേ? മനുഷ്യന്മാർ ജില്ലയെടുക്കാറില്ലേ? വന്യമൃഗങ്ങൾക്ക് മാറ്റുന്ന പ്രാധാന്യം എന്താ? ഇന്ത്യയെ മാറ്റുന്ന പ്രാധാന്യം എന്താ? മാറ്റി എഴുതണ്ടേ? ആര് മാറ്റി എഴുതും? അദ്ദേഹത്തിന്റെ പറമ്പിൽ നിൽക്കുമ്പോഴാണ് ആക്രമിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പറമ്പിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. നെഞ്ചിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ബാലുശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വനംവകുപ്പ് സംഘം, കൂടുതൽ പോലീസ് സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സംഘം, അതോടൊപ്പം വനവകുപ്പിന്റെ സംഘം ഉൾപ്പെടെയുള്ള കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നത്. ആളുകൾ, നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും വലിയ പ്രതിഷേധത്തിലേക്കാണ്. ആ പ്രതിഷേധം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് സേനയും ഒപ്പം തന്നെ വനംവകുപ്പ് ജീവനക്കാരും ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ പലയിടങ്ങളിൽ, ഈ കക്കയത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ കാട്ടുപോത്ത് വലിയ രീതിയിലുള്ള ഭീതി വിതച്ചിരുന്നു. തുടർന്ന് കൂരാച്ചുണ്ട് പഞ്ചായത്ത് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്താണ് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് എത്രയും വേഗം പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പിനും അതോടൊപ്പം ജില്ലാ കളക്ടർക്കും കൂരാച്ചുണ്ട് പഞ്ചായത്ത് രേഖാമൂലം തന്നെ കത്ത് നൽകിയതാണ്. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ആക്രമണം ഉണ്ടാകുന്നത്. മറ്റൊരു ദാരുണമായ വാർത്ത കൂടി വന്യജീവി ആക്രമണത്തിന്റേത് വരുന്നു. അത് തൃശൂർ പെരിങ്ങൽകുത്തിലാണ്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വാച്ചുമരം ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. സൂരജ് സജ്ജി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് സംഭവിച്ചത്? ഇവരുടെ താമസം വനപ്രദേശത്തായിരുന്നോ? പുറത്ത് ആശുപത്രിയിലേക്കോ ചികിത്സയ്ക്കോ ഒന്നുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഗൂഗിൾ, അല്പം മുമ്പാണ് ഇത്തരത്തിൽ ഈ അതിരപ്പള്ളിയിൽ ഈ കാട്ടാനാക്രമണത്തിൽ ഊരുമൂപ്പന്റെ ഭാര്യ വത്സ, 62 വയസ്സായിരുന്നു, അവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയ സമയത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ വെച്ച് ആന തുമ്പിക്കൈ കൊണ്ട് ഇവരെ അടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനായി കൊണ്ടുവരുന്നെങ്കിലും ഈ വാഴച്ചാൽ എത്തുമ്പോഴേക്കും അവർ മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ മൃതദേഹമുള്ളത് വാഴച്ചാലാണ്. വാഴച്ചാൽ നിന്നിപ്പോൾ ഈ ആംബുലൻസിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ മൃതദേഹം ഈ ചാലക്കുടി ഭാഗത്തേക്ക് എത്തിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ ഒരു സാഹചര്യം ഇതേ ഊരിൽ തന്നെ ഉണ്ടായതാണ്. ഈ വാച്ചുമരം ഊരിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വാച്ചുമരത്ത് നിന്ന് അന്ന് ഈ വനംവകുപ്പിന്റെ 2 ഉദ്യോഗസ്ഥർ ഈ നിരീക്ഷണത്തിനും മറ്റുമായി വനത്തിലേക്ക് പോയിരുന്നു. അവരെയും കാട്ടാന ആക്രമിച്ച് അന്ന് 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആഴ്ചകൾക്ക് ഇപ്പുറമാണ് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇപ്പോൾ ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയതാണ് ഈ വത്സ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ
കാട്ടിൽ വെച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് കാട്ടാന ഇവരെ അടിക്കുന്നു. അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ കാട്ടിൽ നിന്ന് പുറത്തെത്തിച്ചതിന് ശേഷം താൽക്കാലിക ലഭിച്ച ഒരു വാഹനത്തിലാണ് ഈ വാഴച്ചാലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് തന്നെ ഇവർ മരിച്ചിരുന്നു. തുടർന്ന് ഇപ്പോൾ ഈ വാഴച്ചാലിൽ നിന്ന് മൃതദേഹം ആംബുലൻസിൽ കയറ്റി അവിടെ നിന്ന് ഇപ്പോൾ ഈ ചാലക്കുടിയിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. തുടർച്ചയായി ഈ മേഖലയിൽ വന്യജീവി ആക്രമണം എല്ലാം പതിവായിരിക്കുകയാണ്. ഈ ആദിവാസികൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് ഇവർ താമസിക്കുന്ന ഊരുകളിലേക്കും അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് പോലും കാട്ടാനകൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പതിവിൽ നിന്ന് വിപരീതമായി ഈ ആക്രമണമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്യജീവികൾ മാറുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ചാലക്കുടിയിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വാച്ചുമരം ഊരുമൂപ്പന്റെ ഭാര്യയായിട്ടുള്ള വത്സയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമാണുള്ളത്. പെരിങ്ങൽകുത്ത് ഡാമിന് സമീപത്തായാണ് ഈ ഊര് ഉള്ളത്. അവിടെ നിന്ന് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് കാട്ടിലേക്ക് പോയത്. കാട്ടിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഗോകുൽ, സൂരജ്, ഇവർ കാട്ടിലേക്ക് പോയെന്ന് പറയുമ്പോഴും ഈ തീർച്ചയായും എല്ലാ മാസവും അതിൽ വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് പല സമയത്തായി പല വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരായിരിക്കുമല്ലോ. ഒപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ലേ? വത്സ്യ ഒറ്റയ്ക്കായിരുന്നു? അതല്ല അങ്ങനെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നോ? ഗൂഗിൾ, തീർച്ചയായും ഇവരുടെ കൂടെ മറ്റുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയെ കണ്ട വശം തന്നെ ഇവർ പലരും ഓടി മാറി എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരപ്രകാരം അങ്ങനെയാണ്. ഇവരെല്ലാവരും സംഘം ചേർന്നാണ് ഇത് ശേഖരിക്കാനായിട്ട് പോവാറുള്ളത്. പക്ഷേ ഈ കാട്ടാനയെ കണ്ട സമയത്ത് ഇവർ ഓടി മാറി. പക്ഷേ ഇവർക്ക് ഈ വത്സയ്ക്ക് ഓടി മാറാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ തലക്കാണ് പരിക്കേൽക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ തുമ്പിക്കൈ കൊണ്ട് ഈ കാട്ടാന ഇവരെ അടിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരുടെ തലക്കാണ് അടിയേൽക്കുന്നത്. അടിയേറ്റ് ഇവർ താഴെ വീണു എന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാടിന് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ളിൽ തന്നെ ഇവർ രക്തം വാർന്ന് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയും. എന്തായാലും ഈ വാച്ചുമരം ദാരുണമായ സംഭവങ്ങളാണ് രണ്ടിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം കോഴിക്കോട്ട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് പെരിങ്ങൽകുത്തിൽ അത് ആദിവാസി വയോധികയ്ക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നത്. വത്സ എന്ന വാച്ചുമരമൂരിലെ മൂപ്പന്റെ ഭാര്യയാണ്. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയതാണ്. അവിടെ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റാണ് മരിക്കുന്നത്. ഏതായാലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും, വാഴച്ചാലിൽ എത്തിക്കുമ്പോഴേക്കും മരണം ഉറപ്പിക്കുകയും ചെയ്യുന്നു. മരണം സംഭവിച്ചിരുന്നു. തിരികെ രാഹുൽ സുരേഷിലേക്ക് പോവുകയാണ്. അവിടെ കക്കയത്താണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നത്. അത് കാട്ടിലല്ല, നാട്ടിലാണ്. സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോഴാണ് അവിടെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, തുടർ നടപടികൾ, ഇപ്പോൾ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രദേശത്തുണ്ടോ? അവർ പറയുന്നുണ്ടായിരുന്നല്ലോ കുറെ ദിവസമായി തന്നെ ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടായിരുന്നുവെന്ന്. ഗോകുൽ, എബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മളോട് കൂടെ ഇപ്പോൾ ചേരുന്നത് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്നലെ കാട്ടുപോത്ത് ഇറങ്ങിയപ്പോൾ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പിനും ഒപ്പം തന്നെ ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. എന്താണ് ഇന്നലെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലേ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന്? പരാതി നൽകിയിട്ടും യാതൊരുവിധ മറുപടിയും ഉണ്ടായിട്ടില്ല. വളരെ ഗുരുതരമായ സ്ഥിതിയാണ് കൂരാച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ കാട്ടുപോത്തിൻ്റെ ഭീഷണി പഞ്ചായത്തിൽ കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഇന്നിപ്പോൾ സംഭവിച്ചത് 3 മണിയോടുകൂടിയാണ് നമ്മുടെ പാലാട്ടിൽ അവറാച്ചൻ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോയത്. അവിടെ വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഗവൺമെൻറ് അടിയന്തരമായി ജില്ലാ ഭരണകൂടം കലക്ടർക്ക് ഉത്തരവിടാം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കലക്ടർ ഉത്തരവ് ഇതുപോലെയുള്ള ജീവികളെ, കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടണം. ഈ കത്തിന് നൽകിയ മറുപടി എന്തായിരുന്നു? മറുപടി ഞാൻ മെയിൽ അയച്ചതാണ്. ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. കത്തിൽ ആവശ്യപ്പെട്ടത് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നാണ്. അത് കളക്ടർക്ക് ഉത്തരവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് വന്യജീവി ശല്യം നേരത്തോട്ട് രൂക്ഷമാണോ? ഈ കക്കയ മേഖലയിൽ നിന്നാണോ ഇറങ്ങുന്നത്? കക്കയ മേഖലയിൽ ഈ കാട്ടുപോത്തിൻ്റെ ശല്യം ഈ വർഷമാണ് ഇത്രയും രൂക്ഷമായി ആരംഭിച്ചത്. ഒരു മാസം മുമ്പ് കക്കയ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എറണാകുളത്ത് നിന്ന് വന്ന 2 സഞ്ചാരികളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ ഗുരുതരമായ പരിക്കാണ് അവർക്ക് പറ്റിയത്. അന്ന് മുതൽ നമ്മൾ ഈ വിഷയം ആവശ്യപ്പെടുന്നതാണ്. ഈ ശല്യക്കാരനായ കാട്ടുപോത്തിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത് ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. ഫോറസ്റ്റിന് ഏകദേശം 10-12 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ ജനവാസ മേഖലയിൽ ഈ കാട്ടുപോത്ത് ഇന്നലെയൊക്കെ കൂരാച്ചിന് ടൗണിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് കാട്ടുപോത്തിന് ശല്യം അതിരൂക്ഷമായി ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ശരിക്കും ഇന്നലെ ആ നടപടി ഉണ്ടായിരുന്നു. വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഉണ്ടായിരുന്നെങ്കിൽ, ഈ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ശല്യം ഉണ്ടാകില്ലായിരുന്നു. വനം വകുപ്പിന്റെ ആളുകൾ ഇന്നലെ പ്രദേശത്ത് എത്തിയിരുന്നോ?
വനം വകുപ്പിൻ്റെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ടൊന്നും ഇക്കാര്യത്തിന് പരിഹാരമാകുന്നില്ലല്ലോ. ഇന്നലെ ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ മയക്കുവെടി വെക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ സംഘം വയനാട്ടിലാണുള്ളത്. വയനാട്ടിൽ നിന്ന് അവർ വരാനുള്ള യാതൊരു സാധ്യതയും അവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ പോലും DFOയോട് വിളിച്ചപ്പോൾ DFO പറഞ്ഞത് അങ്ങനെയാണ്, വയനാട്ടിൽ നിന്ന് സംഘം വരണം. പക്ഷേ വയനാട് ഇതുപോലെയുള്ള ഒരു വിഷയം ഉണ്ടായിട്ട് ഈ വെറ്ററിനറി സർജൻ ഉൾപ്പെടെയുള്ള ടീം വയനാട്ടിലായിരുന്നാണ് പറഞ്ഞത്. അത് കുരാജിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനെ തുരത്താനുള്ള യാതൊരു നടപടി ഇന്നലെ ഉണ്ടായില്ല. ആകപ്പാടെ ഇപ്പം ജനങ്ങളെല്ലാം കൂടി ഓടിച്ച് കാട്ടിലേക്ക് വിട്ടുകൊണ്ട് പോയെന്ന് മാത്രം. ഫോറസ്റ്റിൻ്റെ സംവിധാനം ഒന്നും ഇതിനത്ര ഉതകുന്ന രീതിയിലൊന്നും നാട്ടിൽ ആയിട്ടില്ല. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കണ്ടിരുന്നു ഇതിനെ? ഇന്നലെ രാവിലെയല്ല, മിനിഞ്ഞാന്ന് വൈകുന്നേരം കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 7 മണിക്ക് ഓട്ടപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുപോത്ത് ഇറങ്ങി. ആ കാട്ടുപോത്ത് 2 3 എണ്ണം ഉണ്ടെന്നാണ്. അതിലൊന്നാണ് കുരാജിൻ്റെ ടൗണിലേക്ക് വന്നത്. അതിനെ രാവിലെ 5 മണിക്കാണ് അവിടെ ജനങ്ങൾ കാണുന്നത്. വൈകിട്ടോടുകൂടി കാട് കയറി. ഒരു ഉച്ചയ്ക്ക് ശേഷം അത് കാട് കയറി. പക്ഷേ ഇതൊക്കെ വളരെ കാട്ടുപോത്തെന്ന് പറയുന്ന ഒരു ജീവിയല്ല, കൂട്ടമായിട്ട് നടക്കുന്നതല്ലേ. ഇതിങ്ങനെ നാട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്ന് സ്കൂളിന് അവധിക്ക് കൊടുക്കുകയുണ്ട. ഇന്നലെ വളരെ ഗുരുതരമായ സ്ഥിതിയാണ് നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വന്യജീവി ശല്യം, ആനശല്യമാണ് ഒരു ഭാഗത്ത് വേറെ നടക്കുന്നു. എല്ലാ ദിവസവും തന്നെ ആന കയറുന്നു. കക്കയും ഭാഗത്തുകളെല്ലാം എല്ലാ ദിവസവും തന്നെ ആന കയറുകയാണ്. ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്. ഗോകുൽ, കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. മിനിഞ്ഞാന്ന് ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ കളക്ടറെയും വനവകുപ്പിനെയും അറിയിച്ചതാണ്. ഇന്നലെ ആളുകൾ നേരിട്ട് കാട്ടുപോത്തിനെ കണ്ടതോടുകൂടി ഇതിനെ മയക്കുവെടി വെച്ച് കൊല്ലണം എന്ന ആവശ്യം പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തെയും വനംവകുപ്പിനെയും അറിയിച്ചതാണ്. അപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി മയക്കുവെടി വെക്കാനുള്ള സംഘം നിലവിൽ വയനാട്ടിലാണ്, അതുകൊണ്ടാണ് എത്താത്തത് എന്നായിരുന്നു. ഇന്നലെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടമാകില്ല എന്ന കാര്യം. തീർച്ചയായിട്ടും. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് ഈ 2 ജീവൻ പൊലിഞ്ഞ ഇടങ്ങളിലും ഇത് ആദ്യ സംഭവമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഒരിടത്ത് പെരിങ്ങൽകുത്തിലാണെങ്കിൽ കാട്ടാന, കക്കയത്താണെങ്കിൽ കാട്ടുപോത്ത്. മനുഷ്യർക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമാണ്. കൃഷിയിടത്തിലാണ് പണിയെടുത്തുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് ഇവിടെ എബ്രഹാം എന്ന മനുഷ്യനെ 62 വയസ്സുകാരനെ കാട്ടുപോത്ത് ആക്രമിച്ച് കുത്തി കൊലപ്പെടുത്തുന്നത്. അവിടെ പഞ്ചായത്ത് ഉൾപ്പെടെ വലിയ പരാതികൾ ഉന്നയിച്ചിട്ടും അതിൽ ക്രിയാത്മകമായി ഇടപെടാൻ വനം വകുപ്പിനാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.